നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അധരങ്ങളിൽ ഇടപെട്ട് വാക്കുകളെ തന്ന് കർത്താവിൻ്റെ ഹിതം എന്തെന്ന് അറിയിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രോതാക്കളുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിയാനും വചനം അവരുടെ ജീവിതത്തിലെല്ലാം മാറ്റങ്ങൾ സൃഷ്ടിക്കാനും യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൽ ആശ്രയിച്ച് അവൻ തന്നെ ജീവിക്കുവാൻ അതിന് പ്രാപ്തി എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. വചനങ്ങൾ തരണമേ. ആത്മാവ് നിറഞ്ഞു സംസാരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് 111 എപ്പിസോഡിൽ നമ്മളെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതലാണ് ധ്യാനിക്കാവുന്നത്. 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 5:7 നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ്? നന്നായിട്ട് നിങ്ങൾ മുന്നേറുകയാണ്, പക്ഷേ സത്യത്തിൽ നിന്ന് ഒന്ന് മാറ്റുവാൻ ആരും ഒക്കെ ഒന്ന് നിങ്ങളെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ ആ ജീവിതവും ക്രിസ്തീയമായ പ്രവർത്തനങ്ങളും പൗലോസോടെ താരതമ്യപ്പെടുത്തി പറയുന്നത് ഗ്രീസിൽ നടക്കുന്ന ഓട്ട മത്സരങ്ങളുമായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തു പലതും ജനങ്ങളോട് പറയുമ്പോൾ ഉപമിച്ച് പറയുന്നത് ഗലീലി പ്രദേശങ്ങളിൽ, ജെറുസലേം ഭാഗങ്ങളിൽ ഒക്കെയുള്ള സാധന സാമഗ്രികൾ, കൃഷിസ്ഥലങ്ങൾ, അവിടുത്തെ ആടിനെ മേയ്ക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പലതുമായിട്ട് ഉപമിച്ചാണ് പറയുന്നത്. പൗലോസ് ഗ്രീക്കുകാരനായതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഓട്ട മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പം അവിടുത്തെ കളികളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് നല്ല അറിവുള്ളത് കൊണ്ട് അദ്ദേഹം പലതും ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ ഗ്രീക്കിലെ പ്രവർത്തനങ്ങൾ, ഗ്രീക്കിലെ കളികൾ, ഗ്രീക്കിൻ്റെ ജീവിത രീതികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപമിച്ച് പറയുക. അങ്ങനെയാണ് നമ്മളിവിടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയമായ പ്രവർത്തനം ഒരോട്ട മത്സരമായിട്ട് ഉപമിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. ഗലാത്യ 2:2 ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പൗലോസ് ജെറുസലേമിൽ ചെല്ലുകയും പത്രോസ്, യാക്കോബ് അപ്പോസ്തലന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാനാണ്. അത് എന്തിനാ? പരിച്ഛേദന കർമ്മത്തിനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. തീരുമാനമെടുത്തു, ഞാൻ ഓടുന്നതും വ്യർത്ഥമായി പോകരുത്. ക്രിസ്തുവിൻ്റെ വേലകളിൽ എൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്തത്. അപ്പോൾ ഓടിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉപമയാണ് ഈ പൗലോസ് ഉപയോഗിക്കുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24 പൗലോസ് പറയുന്നു, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവീൻ. മത്സരമാണ്. അപ്പോൾ 1ാം സമ്മാനം കിട്ടണമല്ലോ, അതിനുവേണ്ടി ഓടണം. നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം ഒരു വലിയ ഓട്ടമാണ്. സമ്മാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓടണം. ഫിലിപ്പിയർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവീൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പക്ഷേ യഹൂദ മതാനുഷ്ഠാനങ്ങൾ വഴി
അങ്ങനെ അതിനെക്കുറിച്ച് വാദിക്കുന്നവർ സഭയിലേക്ക് അങ്ങ് കടന്നു കയറാൻ തുടങ്ങി. അവരുടെ ഉപദേശങ്ങൾ പിന്തുടർന്നാൽ ദൈവത്തിൻ്റെ വിളിയെ അവർ നിരസിച്ച് കളയുകയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവാണ്. യഹൂദ മതാചാരങ്ങളിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ക്രിസ്ത്യ വിശ്വാസികളെ സംബന്ധിച്ച് അത് പാടില്ല. അങ്ങനെ ചെയ്താൽ ആ വിളി ക്രിസ്തുവിൻ്റെ വിളി നമ്മൾ നിരസിച്ച് കളയുകയാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓടുന്നതേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അതാണ് ഈ ഓട്ടവുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പറയുന്നതിൻ്റെ കാരണം. ഓട്ടക്കാർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തി വേണം ഓടാൻ. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ അങ്ങ് അധ്വാനിച്ച് ഓടുകയൊന്നുമല്ല. ലക്ഷ്യം മുൻനിർത്തി വേണം നാം ഓടുവാൻ. ഫിലിപ്പിയർ 3:14 പൗലോസ് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവവിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ തെറ്റിപ്പോകാതെ വേണം നമ്മുടെ ഓട്ടം. ഉന്നതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനം, ഒരു സമ്മാനം തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. ആ സമ്മാനം ലഭിക്കാൻ അതിനെ ലക്ഷ്യം വെച്ച് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഓട്ടം നമ്മൾ പറഞ്ഞത് അത് ലക്ഷ്യത്തിലേക്കായിരിക്കണം. മറ്റ് ഒരു കാര്യം, ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം. അതിന് നമുക്ക് സംശയിക്കാനുമില്ല. നമ്മൾ ചുറ്റും ധാരാളം സാക്ഷികളുണ്ട്. അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകകളാണ്. ഹെബ്രായ ലേഖനം 12:1 പറഞ്ഞിരിക്കുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. സ്ഥിരമായ ഉത്സാഹം നമുക്കതിൽ വേണം. അങ്ങനെ നമുക്ക് ഓടിത്തീർക്കണം. നമുക്കതിന് വലിയ സാക്ഷികളൊക്കെ ഉണ്ട്. ഭാരപ്പെടണ്ട, മുന്നോട്ട് തന്നെ പോയാൽ മതി. ഓട്ടം സ്ഥിരമായിരിക്കണം എന്നാണ് ഇപ്പം നമ്മൾ ചിന്തിച്ചത്. ഓട്ടം നമ്മൾ പൂർത്തിയാക്കണം. ഈ മത്സരങ്ങളിൽ കയറുമ്പോൾ നമുക്ക് കാണാറുണ്ടല്ലോ, ഓടി പകുതിയാകുമ്പോൾ നിർത്തി മാറിപ്പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓട്ടം പൂർത്തിയാക്കണം. 2 തിമോത്തിയോസ് 4:6-7 പൗലോസ് ജീവിതത്തിൻ്റെ മരണസമയത്തോട് അടുക്കുന്നു എന്ന് പൗലോസിനൊരു ചിന്തയുണ്ട്. അദ്ദേഹം പൗലോസ് എഴുതുകയാണ്, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. പൗലോസിന് പറയാനുണ്ട്, ഞാൻ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്കത് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പൗലോസ് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നന്നായി പൊരുതി എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, എനിക്ക് നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ഇതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ കിരീടങ്ങൾ കിട്ടും. ആ പ്രതീക്ഷയോടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഓട്ടം പൂർത്തിയാക്കണം. നമുക്കറിയാമല്ലോ, ഓട്ടം പൂർത്തിയാക്കുന്നവർക്കുവാ സമ്മാനം കിട്ടുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനം പൂർത്തീകരിക്കണം. നമുക്കെല്ലാം ഓരോ നിയോഗം തന്നാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതെന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പൂർത്തിയാക്കണം. യേശു കർത്താവ് മരിക്കുമ്പോൾ പറഞ്ഞ വാചകം നമുക്കറിയാം, പിതാവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. കാരണം എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. പറഞ്ഞതെല്ലാം ചെയ്തു. ഇനി ഞാൻ അങ്ങ് തിരിച്ചു വരികയാണ്. എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇടയ്ക്ക് മാറിപ്പോകരുത്. ധൈര്യമായിട്ട് നിന്ന് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകും. പൂർത്തീകരിക്കണം. നമുക്കും പറയാം, കർത്താവേ എന്നെ ഏൽപ്പിച്ച ജോലി, ആത്മീയവും ലൗകികവുമായി എന്തോ ആകട്ടെ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തീകരിച്ചിട്ട് പറയാം, കർത്താവേ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരട്ടെയോ. പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ 8-ാം വാക്യത്തിലേക്ക് കടക്കുകയാണ്. 8-ാം വാക്യം ഞാൻ വായിക്കാം. ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല, സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്ന് തടഞ്ഞവരെയാണ് ഈ പ്രേരണ. അതായത് യഹൂദ മതാനുഷ്ഠാനങ്ങൾ നടത്തണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടർ. അത് നിങ്ങളെ വിളിച്ചവനിൽ നിന്നുണ്ടായ ഒരു പ്രേരണയല്ല. നിങ്ങളെ വിളിച്ചതാരാ? ക്രിസ്തുവാണ്. ക്രിസ്തു തരുന്ന ഒരു പ്രേരണയല്ല അത്. അത് വേറെ എവിടെ നിന്നോ വരുന്ന ഒരു പ്രേരണയാണ്. അത് യേശു ക്രിസ്തുവിൽ നിന്നുള്ളതല്ല. വിശ്വാസിയെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. അത് നമ്മൾ ഓർക്കണം. നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അത് യേശു ക്രിസ്തു വിളിച്ചിരിക്കുക. വേറെ ആരും വിളിച്ച് നമ്മളങ്ങോട്ട് പോയതല്ല. യേശു ക്രിസ്തു ലോകരക്ഷകൻ, നമ്മളെ രക്ഷിച്ചവൻ, ദൈവപുത്രൻ, ദൈവം തന്നെയായവൻ നമ്മളെ വിളിച്ച് മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് ആ വിളിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെക്കുറിച്ചാണ്. കർത്താവ് വിളിച്ചല്ലോ, ആ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ അശക്തമായവയെയും. ലോകദൃഷ്ടിയിൽ വലിയ വിജ്ഞാനികളെന്ന് പറയുന്നവരെ അല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകദൃഷ്ടിയിലെ ഭോഷന്മാരെന്നൊക്കെ വിചാരിക്കപ്പെടുന്ന ആൾക്കാരെയാണ് ദൈവം എടുത്തിരിക്കുന്നത്. ആ വിളിക്ക് നമ്മൾ യോഗ്യരായെന്ന് പറഞ്ഞാൽ കർത്താവ് വിളിച്ചു. ദൈവത്തിന്, കർത്താവായ യേശുവിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. കർത്താവേ നീ എന്നെ വിളിച്ചല്ലോ, അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നമ്മളെ പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കും. ആരാ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എങ്ങോട്ട്? തൻ്റെ നിത്യമഹത്വത്തിലേക്ക്. അതുകൊണ്ട് നമുക്കതിൻ്റെ പൂർണ്ണരാകാൻ സാധിക്കും. നമ്മളെ അവിടെ സ്ഥിരീകരിക്കും, നമ്മളെ ശക്തരാക്കുകയും ചെയ്യും. നമ്മളെ വിളിച്ചവൻ യേശു ക്രിസ്തുവാണെന്നുള്ള ആ ഉറപ്പിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാം. 9-ാമത്തെ വാചകം, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. മാവ് 3 ഇടങ്ങഴി മാവ് പുളിക്കാൻ വേണ്ടി എടുത്ത് വെച്ച, പുളിപ്പ് ചേർത്ത് ഇങ്ങനെ കുഴച്ച് വെച്ച ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ മാവിന് സദൃശമാണ് സ്വർഗരാജ്യമെന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൗലോസ് പറയുന്നത് അല്പം പുളിമാവ് മതി മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ. ഒരു നുള്ളങ്ങോട്ടിട്ട് നമ്മൾ ഇളക്കി വെക്കുന്നു. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. യഹൂദ മതാചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ശഠിക്കുന്ന ആ സ്വാധീന ശക്തിയെയാണ് ഈ പുളിപ്പ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവർ കയറി വന്ന് യഹൂദ മതങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് രക്ഷയ്ക്ക് എന്ന് പഠിപ്പിക്കുന്ന യഹൂദരും യഹൂദ ക്രിസ്ത്യാനികളും വന്നിട്ട് ഇവിടെ ഒരു ശല്യമുണ്ടാക്കി. അവർ കുറച്ചായാലും മതി. അപ്പോൾ മൊത്തം മാവിനെ അത് പുളിപ്പിക്കാനുള്ള ഒരു ശക്തി അവരിൽ നിന്ന് വരും. ഈ പുളിപ്പിനുള്ള ഒരു പ്രത്യേകതയാണ്. ആ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുളിപ്പ് എന്നുള്ള ഒരു ചൊല്ല് ഹെബ്രായ ഭാഷയിലുണ്ട്. അത് അവരതിനാണ് ഉപയോഗിക്കുന്നത്. യേശു ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും തന്നെ നന്നല്ല. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളതാണല്ലോ. ആത്മപ്രശംസ ചെയ്തു. ചെറിയ ഞാനിച്ചിരി എന്ന് പറഞ്ഞെന്നേ ഉള്ളല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ മുഴുവൻ മാവിനെയുമാണ് അത് പുളിപ്പിച്ച് കളയുന്നത് എന്നോർക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരോട് മറുകരയിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞു. അവർ വഞ്ചിയിൽ കയറി മറുകരയിൽ പോയി. പക്ഷേ അപ്പം എടുക്കാൻ അവർ മറന്നുപോയിരുന്നു. അത്ഭുതകരമായിട്ട് അല്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ട് മിച്ചം വന്നത് ശേഖരിച്ചു. പക്ഷേ പോയപ്പോൾ അത് എടുക്കാൻ മറന്നുപോയി. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവീൻ, സദുക്കേരുടെയും ഫരീസ്യരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോർത്തു പോയി അപ്പം എടുക്കാൻ മറന്നുപോയത് കൊണ്ടായിരിക്കുമെന്ന്. യേശു അതിനെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഫരീസ്യരുടെയും സദൂക്കാരുടെയും പുളിമാവെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവരുടെ പ്രബോധനത്തെ പറ്റിയ യേശു പറഞ്ഞതെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. മത്തായിയുടെ സുവിശേഷം 16:12 അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റി അല്ല, ഫരീസ്യരുടെയും സദൂക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ഹെബ്രായ ലേഖനം 13:9 വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നത് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. വിചിത്രങ്ങളായ ചില പ്രബോധനങ്ങൾ കൊണ്ടുവരും, നിങ്ങളെ വഴിതെറ്റിക്കരുത്. നമ്മൾ ബൈബിളാണ് പഠിക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ, ബൈബിൾ എന്ത് പറയുന്നു, ഇങ്ങനെയാണ് ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ വചനമല്ലേ. അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കരുത്. 2 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും. പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും, വിചിത്രങ്ങളാണ്. വില കൊടുത്ത് നമ്മളെ വാങ്ങിയ നാഥൻ യേശു കർത്താവിനെ അങ്ങ് നിഷേധിച്ച് കളയും. പുതിയ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതിന് പകരം വേറെ ചില ആൾക്കാരെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പല തെറ്റുകൾ. എന്നിട്ട് യേശു ക്രിസ്തുവിനെ അങ്ങ് നിഷേധിക്കുകയും ചെയ്യും. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു 2 യോഹന്നാൻ 9, 10, 11 വാക്യങ്ങളിൽ, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. എല്ലാം അങ്ങ് ശരിയായ, എല്ലാം അങ്ങ് അംഗീകരിക്കുക, എല്ലാ കാലത്തുമായിട്ട് കൂട്ടുപിടിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. തെറ്റിനെ ഒന്നും നമ്മൾ കൂട്ടുപിടിക്കരുത്, അംഗീകരിക്കരുത്. അവൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പങ്കുചേരരുത്.
ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വളരെ വിശേഷതകൾ ഉള്ളതാണ്. അതുകൊണ്ട് ആ വാക്കുകളിൽ നിന്ന്, ക്രിസ്തു പഠിപ്പിച്ച വാക്കുകളിൽ നിന്ന്, ആ വചനങ്ങളിൽ നിന്ന് നമ്മൾ യാതൊരു കാരണവശാലും മാറിപ്പോകരുത്. ക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ചില സവിശേഷതകൾ നമുക്ക് ഓടിച്ച് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, അവ നിത്യമായ വചനങ്ങളാണ്, അത് നശിച്ചു പോകുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ഈ ആകാശം കടന്നു പോകും, ഈ ഭൂമിയും കടന്നു പോകും, കടന്നു പോകാത്ത ഒന്നേ ഉള്ളൂ, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ചുള്ള മറ്റൊന്ന്, അത് ലാവണ്യമുള്ളവയാണ്, കൃപയോടുകൂടിയതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം, എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. യേശുവിൻ്റെ നാവിൽ നിന്ന് വന്നത് കൃപാവചസ്സുകളാണ്. അവരങ്ങ് വിസ്മയിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുക. അയ്യോ, ഇതാ ജോസഫിൻ്റെ മകനല്ലേ എന്നൊക്കെ അവരുടെ ചിന്ത, എന്നവരങ്ങ് ചിന്തിച്ചു പോവുക. വേറൊരു വിശേഷത, യേശുവിൻ്റെ വചനങ്ങൾ അധികാരത്തോടു കൂടിയതായിരുന്നു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 32-ാം വാക്യം, യേശു കർഫർനാമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച്, അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അത് അധികാരത്തോടു കൂടിയതായിരുന്നു അവൻ്റെ വചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ല അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ആ നടപടിക്രമം അങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊന്നുമല്ല യേശു പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, പറയാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ ശാബതത്തിൻ്റെയും കർത്താവാണ്. എനിക്കധികാരമില്ലേ? ശാബതത്തിൽ ഒരാളോട് ഇതെടുത്ത് നടക്കുക എന്ന് പറയാൻ എനിക്കധികാരമില്ലേ? ഞാനല്ലേ ശാബത്ത് സൃഷ്ടിച്ചത്? അധികാരത്തോടു കൂടിയാണ് യേശുവിന് പറയാനുള്ളത്, കാരണം എല്ലാത്തിൻ്റെ അധികാരി അവനല്ലേ. വേറൊരു സവിശേഷത, യേശുവിൻ്റെ വചനങ്ങൾ ജീവൻ നൽകുന്ന വചനങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-ൽ യേശു പഠിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായി. കുറേ ശിഷ്യന്മാരൊക്കെ ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് മാറിപ്പോയി. 12 പേരോട് യേശു ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. യേശുവിനെ വിട്ടേച്ച് എങ്ങോട്ടും പോകണ്ട. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, ദൈവ ആത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. പത്രോസിൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ പക്കൽ വന്നാൽ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങും തിരിഞ്ഞ് നോക്കണ്ട. ഇവിടെ അല്ലെങ്കിൽ ഇല്ലായിരിക്കും, മറ്റിടത്തൂടെ പോകാൻ. ചില കടയിൽ ചെന്നാൽ എല്ലാ സാധനവും കാണത്തില്ല. എന്നാൽ ഇവിടെ കിട്ടുന്നത് ഇവിടെ വാങ്ങിച്ചേച്ച് മറ്റേ സാധനങ്ങൾ ഇവിടെ കിട്ടാത്തത് അപ്പുറത്ത് പോയി വാങ്ങിക്കുക എന്നൊക്കെയാണല്ലോ ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെയ്യാറ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെയെല്ലാം ഉണ്ട്. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിന്നെ വിട്ടാൽ ഞങ്ങൾ എവിടെ പോകേണ്ടത്? അങ്ങനെ അങ്ങും പോകുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഇവിടെ ഏതാണ്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ച് കുറച്ച് കാര്യം കിട്ടാൻ അപ്പുറത്തോട്ട് പോകും, അവിടെ ഒന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞു. ഇല്ല, അങ്ങനെ പോകേണ്ട കാര്യമില്ല, അങ്ങോട്ട് തിരിയേണ്ട കാര്യമില്ല. നേരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ മതി. ഇടത്തും വലത്തും ഒന്നും തിരിയണ്ട. ഇവിടെ എല്ലാം കിട്ടും. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഇത് നമ്മൾ ഓർക്കണം, പറയണം, പ്രവർത്തിക്കണം. 5-ാമത്തെ സവിശേഷത, യേശുവിൻ്റെ വചനങ്ങൾ ആത്മീയമായവയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ൽ പറയുന്നു, യേശുവിൻ്റെ വാക്കാണ്,
ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് സ്വർഗീയ ശരീരം അല്ലെങ്കിൽ ആത്മീയ ശരീരത്തോടു കൂടിയാണെന്നതോടെ നമ്മൾ ഓർത്ത് പഠിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമാകും. ആത്മാവാണ് ജീവിക്കുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. വേറൊരു പ്രത്യേകത, യേശുവിൻ്റെ വചനങ്ങൾ നിസ്തുല്യമാണ്. ഇതിനോട് കടപിടിക്കാൻ, ഇതിനോട് തുല്യമായി പറയാൻ വേറെ വാക്കുകളില്ല. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യം, ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുത്തത് ഫരീസിയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരീസിയരും യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പക്ഷേ സേവകർ അവനെ ബന്ധിക്കാതെ തിരിച്ചു ചെന്നു. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്ന് മുതലാ ഇതുവരെ എന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ എന്ന് തന്നെ വിചാരിക്കണം. കർത്താവ് നേരിട്ട് മനുഷ്യജാതിയോട് സംസാരിക്കുന്നു. ആരും ഇതുവരെ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അവനെ ഞങ്ങൾ പഠിക്കാനോ? ഒക്കത്തില്ല. ആ സേവർക്ക് ആ ബുദ്ധി കർത്താവ് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏഴാമതായിട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു സവിശേഷത പറയാനുള്ളത്, യേശുവിൻ്റെ വചനങ്ങൾ ന്യായം വിധിക്കുന്ന വചനങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 12:48 യേശു പറയുന്നു, എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവ് ഉണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. നമ്മളെ വിധിക്കുന്ന വചനങ്ങൾ യേശുവിൻ്റെ വചനങ്ങൾ തന്നെ. യേശു പറയാണ്, ഞാൻ പറഞ്ഞ വചനങ്ങൾ തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. അവർ അന്ത്യവിധിയുടെ കാര്യമായി പറയുന്നത്. യേശു പറഞ്ഞ വചനങ്ങളാണ് അന്ന് വിധി നടത്തുന്നത് എന്നോർക്കണം. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മാറുവാൻ പാടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങൾ തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. ഏതാണ്ടൊക്കെ രീതിയിൽ ഒരു പള്ളിയിലൊക്കെ പോയി ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ അങ്ങ് ജീവിച്ചാൽ മതി എന്നൊന്നും ആരും വിചാരിക്കരുത്. ഈ വചനങ്ങൾ നമ്മളെ വിധിക്കും. എല്ലാ വചനങ്ങളും ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എട്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം, യേശുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അത് പിതാവിൻ്റെ വചനം തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 14:24 യേശു പറയുന്നു, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. യേശു പറഞ്ഞ വചനങ്ങൾ പിതാവിൻ്റെ വചനങ്ങളാണ്, അതോർത്താണ്. 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10-ാമത്തെ വാക്യം, എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. ഞാൻ പറഞ്ഞതിൽ നിന്ന്, എൻ്റെ വീക്ഷണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരും ചിന്തിക്കുകയില്ലെന്ന് കർത്താവിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്.
പൗലോസിൻ്റെ വീക്ഷണഗതി എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ചിന്തിക്കുന്ന കാര്യം കൂടാ പറഞ്ഞത്, അല്ല പ്രവർത്തിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്. ചിന്തയിൽ പോലും ഒരു മാറ്റം വരരുത്. പൗലോസിൻ്റെ വീക്ഷണഗതി തന്നെ നമുക്കും ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. ചിലരൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും, അവർക്ക് ഏതായാലും ശിക്ഷ ലഭിക്കും. എഫേസോസ് പൗലോസിൻ്റെ 2 വർഷത്തെ സേവനോട് വലിയ രീതിയിൽ സമസ്ഥാപിച്ച് 2 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് പൗലോസ് യാത്ര പറഞ്ഞത്. അങ്ങനെ വിട പറയാൻ നേരത്തെ പൗലോസ് അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ 29, 30, 31 വാക്യങ്ങളിൽ ആ വിട പറയൽ യാത്രയുടെ വാക്കുകളാണ്. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ഞാൻ പോയി കഴിഞ്ഞിട്ട് ചെന്നായ്ക്കൾ, അത് ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും എനിക്കറിയാം. നമ്മളൊക്കെ അജഗണമാണ്. കയറി വരുന്നത് ചെന്നായ്ക്കളാണെന്ന് ഓർക്കണം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ച് ഒടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവീൻ. 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവീൻ. അപ്പോൾ തെറ്റായി പഠിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രവൃത്തിക്കുള്ള ഫലമാണ് ഈ അന്ത്യവിധി കഴിഞ്ഞ് നമുക്ക് ലഭിക്കും. ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ ശിഷ്യന് കൊടുത്താലും അതിൻ്റെ പ്രതിഫലം നശിച്ചു പോകുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലമുണ്ട്. തിന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും, നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം. എല്ലാത്തിനും കണക്കുണ്ട്. പ്രവൃത്തിയുടെ ഒരു പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉണ്ട് കർത്താവിൻ്റെ കയ്യിൽ. സങ്കീർത്തനം 62-13 വാക്യം, കർത്താവേ കാരുണ്യവും അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്, മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. ജെറമ്യായുടെ പുസ്തകത്തിൽ പ്രവാചകൻ 17:10 ജെറമ്യ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഇവിടെ ഏതാണ്ട് വലിയ സാമർത്ഥ്യം കാണിച്ച് അങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് എൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെയും ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ചാണ് അവസാനം പ്രതിഫലം ലഭിക്കുന്നത് എന്നോർത്തോണം. മത്തായിയുടെ സുവിശേഷം 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു, അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലം നൽകും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു, 11-ാം വാക്യം, എന്നാൽ സഹോദരരെ ഞാൻ ഇനിയും പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്ന എങ്കിൽ എന്തിനാണ് ഞാനിപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഇപ്പോൾ പരിച്ഛേദനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ ചിലർ പറയും. അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് ചില
വിശദീകരണങ്ങൾ, സംശയങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതുകൂടെ എന്ന് സൂചിപ്പിക്കാം. പൗലോസിൻ്റെ കൂടെ പോയി പ്രവർത്തിച്ച സഹോദരൻ പോലും പൗലോസ് വിശേഷിപ്പിക്കുന്ന ആളാണ് തിമോത്തിയോസ്. അദ്ദേഹത്തിന് പരിച്ഛേദനം നടത്തി പൗലോസിൻ്റെ അറിവോടുകൂടി തന്നെ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 2 മുതൽ 3 വരെ. ലിസ്രായിൽ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ര, ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് ഈ തിമോത്തിയോസിനെ കുറിച്ച് നല്ല മതിപ്പുണ്ടായിരുന്നു. അവനെ കൂടെ തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ പൗലോസ് തീരുമാനിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. പരിച്ഛേദന കർമ്മം വേണ്ടാന്ന് പറയുന്ന പൗലോസ് തിമോത്തിയോസിന് നടത്തി. സാഹചര്യം, തിമോത്തിയോസ് യഹൂദ സ്ത്രീയുടെ മകനാണെങ്കിലും അപ്പൻ ഗ്രീക്കുകാരനായിരുന്നു. അത് അവർക്കെല്ലാം അറിയാം. എന്നാൽ ഇത് നടത്തി എന്തിനാണെന്ന് സംശയം നമുക്ക് തോന്നാം. അതിന് ഞാൻ ഒരു വിശദീകരണം ഇപ്പം തന്നെ തരുന്നതായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു അയവ് കൊടുത്തെങ്കിലും വേറൊരു സന്ദർഭമുണ്ട്. ജെറുസലേമിൽ വെച്ച് തീത്തോസിന് പൗലോസ് ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. പൗലോസിന് കൂടെ നടന്ന് പ്രവർത്തിച്ച ആളാണ് തീത്തോസ്. നല്ല വിശ്വസ്തനായിരുന്നു. തീത്തോസിനെ പരിച്ഛേദനം കഴിപ്പിക്കണമെന്ന ആവശ്യം സ്വകാര്യമായി ആൾക്കാർ ഉന്നയിച്ചപ്പോൾ തെല്ലും വഴങ്ങാതെ പൗലോസ് ഇങ്ങനെയാണ് ചെയ്തത്. ഈ പൗലോസ് ഒട്ടും വഴങ്ങിയില്ല. തീത്തോസിനെ പരിച്ഛേദന കർമ്മം നടത്തണ്ടെന്നങ്ങ് തീരുമാനിച്ചു. ഈ പൊരുത്തക്കേടിന് എന്താണ് ഒരു കാരണം? ഒരാളെ പരിച്ഛേദന കർമ്മം നടത്തി, എന്നാൽ തീത്തോസിനെ നടത്തിയില്ല. എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് സംശയം വരാം. ഈ രണ്ട് സംഗതികൾ അതിൽ സാഹചര്യങ്ങളിലും മറ്റു ചില കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. തീത്തോസ് ശുദ്ധ ഗ്രീക്കുകാരനാണ്. അതിന് ഒറിജിനലി പുറജാതിക്കാരനാണ്. ആ പുറജാതിക്കാരൻ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പരിച്ഛേദന കർമ്മം വേണമെന്നാണ് ഒരു പ്രശ്നം വരുന്നത്. യഹൂദ ക്രിസ്ത്യാനികൾ പറയും വേണമെന്ന്. പൗലോസ് പറഞ്ഞു വേണ്ട. ഒരു പ്രജാതിക്കാരൻ ക്രിസ്ത്യാനിയാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. പിന്നെ അവിടെ പരിച്ഛേദന കർമ്മത്തിൻ്റെ അർത്ഥമേ ഇല്ല. വെറുതെ പരിച്ഛേദന കർമ്മം നടത്തി വേണ്ടാത്ത ഒരു കർമ്മം അവിടെ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ വിശ്വാസ സത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയാണ്. അതുകൊണ്ടാണ് നടത്തണ്ട എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് തീമോത്തിയോസിനെ പരിച്ഛേദന കർമ്മം നടത്തിയത്? അതിന് കാരണമുണ്ട്. തീമോത്തിയോസ് യഹൂദനാണോ ഗ്രീക്കുകാരനാണോ? അമ്മ യഹൂദ മതത്തിലാണ്, പക്ഷേ അപ്പൻ ഗ്രീക്ക് മതത്തിലാണ്. അപ്പൻ ഗ്രീക്ക് മതത്തിലായതുകൊണ്ട് ഗ്രീക്കുകാരൻ എന്നുള്ള രീതിയിൽ വിജാതീയനായിട്ട് ചിലർ കണക്കാക്കും. പൗലോസിൻ്റെ പ്രത്യേകത, പൗലോസ് പ്രസംഗിക്കാൻ പോകുന്ന വിദൂര സ്ഥലങ്ങളിലൊക്കെ സിനഗോഗുകളിലാണ് ആദ്യം പ്രസംഗിക്കുന്നത്. അവിടുന്ന് ഒരു ശേഖരണം കുറച്ച് പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് മാറി എല്ലാവരോടും പറയുന്ന ആ രീതിയാണ് പൗലോസിൻ്റേത്. അപ്പോൾ ഒരു യഹൂദന് ഒരു പ്രത്യേക ഗുണമുള്ളത്, സിനഗോഗിൽ കയറി പഠിപ്പിക്കാൻ അധികാരമുണ്ട്. പൗലോസ് ഒരു യഹൂദനാണല്ലോ. അപ്പോൾ സിനഗോഗിൽ കയറി പഠിപ്പിക്കുവാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ട് നീ ഞങ്ങളുടെ സിനഗോഗിൽ വന്ന് പഠിപ്പിച്ചു എന്നവർ ചോദിക്കാനൊക്കത്തില്ല. സിനഗോഗിൽ പഠിപ്പിക്കാൻ യഹൂദരായ ആൾക്കാർക്ക് അവകാശവും അധികാരവും ഉണ്ട്. അപ്പോൾ പൗലോസിന് പഠിപ്പിക്കാം. പൗലോസിൻ്റെ കൂടെ തിമോത്തിയോസ് കയറിയാൽ തിമോത്തിയോസിന് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം അവർ പറയും ഈ തിമോത്തിയോസ് യഹൂദനല്ലെന്ന് പറയും. പഠിപ്പിക്കാനുള്ള അവസരം കിട്ടത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് തിമോത്തിയോസിനെ കൂടെ പരിച്ഛേദന കർമ്മം നടത്താൻ പൗലോസ് അനുവദിച്ചത്. എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ പുറജാതിക്കാരനാണെങ്കിൽ മാറ്റി നിർത്തും. അവൻ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല.
ആ പ്രശ്നവും ഒഴിവാക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം കണക്കാക്കിയാണ് തിമത്തിയോസിനെ പൗലോസ് പരിച്ഛേദന കർമ്മം നടത്താൻ അനുവദിച്ചത്. ഇവിടെ ഒരു പ്രായോഗിക ബുദ്ധിയും സ്നേഹധർമ്മപരമായ ഒരു വിട്ടുവീഴ്ചയുമാണ് നടന്നിരിക്കുന്നത്. പൗലോസിൻ്റെ സ്വഭാവ സവിശേഷത ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉപദേശ സത്യത്തിൽ കാർക്കശ്യവും പ്രായോഗിക കാര്യങ്ങളിൽ സ്നേഹാർദ്രമായ സഹിഷ്ണുതയുമാണ് വേണ്ടത് എന്ന് പൗലോസ് ഈ രണ്ട് കാര്യങ്ങളിൽ കൂടെ കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. പൗലോസിൻ്റെ യഥാർത്ഥ ഹൃദയത്തിലിരിക്കുന്ന ആ വിശ്വാസ സത്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗലാത്യ 5:6 പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദിതനമോ കാര്യമല്ല. അതൊരു പ്രശ്നമേ അല്ല, ഒരു കാര്യമേ അല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അതാണ് പൗലോസിൻ്റെ പ്രവർത്തനങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും കേന്ദ്രമായ വാക്യം. എന്താണ് ആവശ്യം? ആവശ്യമായ ഒരു കാര്യമേ ഉള്ളൂ. അത് വിശ്വാസമാണ്. എങ്ങനെയുള്ള വിശ്വാസം? സ്നേഹത്തിൽ നിർഭരമായ പ്രവർത്തനങ്ങളോടുകൂടിയ വിശ്വാസമാണ് എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വിശ്വാസിക്കാണ് രക്ഷ. വിശ്വാസിയായ ആൾ പ്രവർത്തനനിരതനായിരിക്കും. സ്നേഹമുള്ളവനാണ്, അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹത്തോടുള്ള പ്രവർത്തനമല്ല രക്ഷയ്ക്ക് കാരണം, പക്ഷേ വിശ്വാസമാണ് രക്ഷയ്ക്ക് കാരണം. പക്ഷെ വിശ്വാസി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സഭാചരിത്രത്തിലേക്ക് ഒരു പ്രധാന സംഭവമായിട്ടായിരുന്നു ഈ ജെറുസലേം സമ്മേളനം. സഭയുടെ ആദ്യ കാലഘട്ടത്തെ ഉണ്ടാകുമായിരുന്ന ഒരു പിളർപ്പ് അങ്ങനെ ഒഴിവായി. ക്രിസ്തീയ സഭ യഹൂദ മതത്തിൻ്റെ ഒരു വിഭാഗമായി മാത്രം ചുരുങ്ങി കാലാന്തരത്തിൽ അന്യം നിന്നു പോകുമായിരുന്ന സാധ്യത ആ ജെറുസലേം സമ്മേളനത്തിനാൽ ഒഴിവായി. കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പരിച്ഛേദന കർമ്മം ആവശ്യമില്ലാത്തൊരു കാര്യമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ യഹൂദർക്ക് അത് ഇടർച്ചയാകുന്നു. അതാണ് കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 1:23 ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി പൗലോസിന് വളരെയധികം പീഡ സഹിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9:29 ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13:50 യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബാർണബാസിനും എതിരായി പീഡനമിളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന്, അന്ത്യോക്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 14:15 ഇക്കോണിയത്തിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ്. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതിയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇങ്ങനെ അനേകം പീഡകൾ പൗലോസിന് സഹിക്കേണ്ടി വന്നു. അവിടെയെല്ലാം പൗലോസ് ആ പീഡ സഹിച്ചാണ് സുവിശേഷം നടത്തിയത്. അവസാന രക്തസാക്ഷിയായി മാറി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമയം നീങ്ങിപ്പോകുന്നത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. 11 വരെയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. 7, 8, 9, 10, 11, 12 മുതൽ 112 എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ പ്രധാന സംഗതികൾ, യേശുവിൻ്റെ വാക്കുകളുടെ സവിശേഷത നമ്മൾ ചിന്തിച്ചു.
പൗലോസ് തൻ്റെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം പീഡ സഹിച്ച് ക്രിസ്തുവിനെ പ്രതി പീഡ സഹിച്ചാൽ മുന്നോട്ട് പോയതെന്ന് നമ്മൾ ചിന്തിച്ചു. പിന്നെ പൗലോസ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ട മത്സരമാണ്. അത് ഗ്രീസിൽ നടക്കുന്ന ഓട്ട മത്സരവുമായിട്ട് ഉപമിച്ചാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത് ഓടണം, നമുക്കൊരു കിരീടം വെച്ചിട്ടുണ്ട്, നീതിയുടെ കിരീടം, അത് ലഭിക്കാൻ വേണ്ടി ഓടണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യജീവൻ്റെ വചനങ്ങളാണ്, അവിടെ അങ്ങ് വന്നാൽ മതി, അവിടെ അങ്ങ് പ്രാപിച്ചുകൊണ്ടിരിക്കണം, അപ്പുറത്തും ഇപ്പുറത്തും ഓടി നടക്കണ്ട. നടന്നാൽ നിത്യജീവൻ്റെ വചനങ്ങൾ കിട്ടാതെ പോകും. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പൂർത്തീകരിക്കണമെന്നും ഇവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്നും നിർത്തിക്കളയരുത്. പൂർത്തീകരിച്ചാൽ ആ ജീവൻ്റെ കിരീടം, നീതിയുടെ കിരീടം പൗലോസിന് മാത്രമല്ല നമുക്ക് ലഭിക്കുമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. അത് ലഭിക്കാൻ നമുക്ക് ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. 12-ാം വാക്യം മുതൽ 5-ന്റെ 12-ാം മുതൽ അടുത്ത 112-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടത്തി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.